ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, വിദ്യാഭ്യാസം, ആയുധം, വനം, ഹോർട്ടികൾച്ചർ എന്നീ 5 കരാറുകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ കൈമാറി. തീവ്രവാദം തടയുന്നതിൽ ഇന്ത്യയ്ക്കും ന്യൂസിലന്റിനും ഒരേ താൽപര്യമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. 10ാമത് റെയ്സീന സംഭാഷണത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചു. ഔഷധങ്ങൾ, യന്ത്രസാമഗ്രികൾ തുടങ്ങിയവ നൽകുന്ന പ്രധാന സ്രോതസ്സാണ് ഇന്ത്യയെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായ ന്യൂസിലന്റ് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. 3 ദിവസം നീളുന്ന സമ്മേളനത്തിൽ 125 രാജ്യങ്ങളിൽ നിന്നുള്ള 3500-ലേറെ പ്രതിനിധികളാണ് പങ്കെടുക്കുക. പ്രശസ്ത ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് കൊച്ചിയിലെ ആശുപത്രിയിൽ ഇന്ന് വൈകുന്നേരത്തോടെയാണ് അന്ത്യം. 200 ചിത്രങ്ങളിലായി 700-ലേറെ ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ, ത്രയംബകം വില്ലൊടിഞ്ഞു, നാടൻപാട്ടിന്റെ മടിശീല കിലുങ്ങും തുടങ്ങി നിരവധി ജനപ്രിയ ഗാനങ്ങൾ അദ്ദേഹമാണ് രചിച്ചത്. 10-ലേറെ ചിത്രങ്ങൾക്ക് തിരക്കഥയും എഴുതി. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് നിലവിലുള്ള റാഗിംഗ് നിരോധന നിയമത്തിൽ കൂടുതൽ കർശനമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. സംസ്ഥാനത്തെ കോളേജ് ക്യാമ്പസുകളിലുണ്ടായ റാഗിംഗ് സംബന്ധിച്ച എൻ ഷംസുദ്ദീൻ എംഎൽഎയുടെ ശ്രദ്ധ ക്ഷണിക്കലിന് നിയമസഭയിൽ മറുപടി പറയുകയായിരുന്നു മന്ത്രി. ഗതാഗത പ്രതിസന്ധി നേരിടുന്ന റൂട്ടുകളിൽ കെഎസ്ആർടിസിയുടെ ചെറിയ ബസ്സുകൾ അനുവദിക്കുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. കുറ്റ്യാടി വഴി മൈസൂരിലേക്കുള്ള ബസ് പുനഃസ്ഥാപിക്കുമെന്നും കെ പി കുഞ്ഞഹമ്മദ് കുട്ടി എംഎൽഎയുടെ സബ്മിഷന് മറുപടിയായി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ആശാപ്രവർത്തകർക്ക് ഓണറേറിയം അനുവദിക്കുന്നതിന് നിശ്ചയിച്ച 10 മാനദണ്ഡങ്ങളും പിൻവലിച്ച് കേരള സർക്കാർ. സമരത്തിന്റെ വിജയമാണ് തീരുമാനമെന്ന് ആശാപ്രവർത്തകർ പ്രതികരിച്ചു. ഈ മാസം 20 മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് സമരസമിതി അറിയിച്ചു. മുനമ്പം വഖഫ് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച സംസ്ഥാന സർക്കാർ നടപടി ഹൈക്കോടതി റദ്ദാക്കി. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം വഖഫ് ബോർഡിനും വഖഫ് ട്രിബ്യൂണലിനുമാണെന്നും ഹൈക്കോടതി വിധിച്ചു. വഖഫ് സംരക്ഷണ വേദി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. കേരള സംഗീത നാടക അക്കാദമിയുടെ 2024-ലെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വീണ വിദ്വാൻ എ അനന്തപത്മനാഭൻ, നാടകകൃത്തും സംവിധായകനുമായ സേവ്യർ പുൽപ്പാട്ട്, നർത്തകിയും നൃത്ത അധ്യാപികയുമായ കലാമണ്ഡലം സരസ്വതി എന്നിവർക്കാണ് ഫെലോഷിപ്പ്. 2024-ലെ അക്കാദമി അവാർഡിന് 18 പ്രതിഭകളെയും ഗുരുപൂജ പുരസ്കാരത്തിന് 22 പ്രതിഭകളെയും തെരഞ്ഞെടുത്തു. സംസ്ഥാനത്തിന്റെ പരമോന്നത പുരസ്കാരങ്ങളായ കേരള പുരസ്കാരങ്ങൾ ഗവർണർ രാജേന്ദ്ര അർലേക്കർ വിതരണം ചെയ്തു. രാജ്ഭവനിൽ നടന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷത വഹിച്ചു. കേരള ജ്യോതി പുരസ്കാരം പ്രശസ്ത സാഹിത്യ വിമർശകൻ എം കെ സാനുവിന് വേണ്ടി ചെറുമകൻ ഏറ്റുവാങ്ങി. വണ്ടിപ്പെരിയാർ അണക്കല്ലിലെ എസ്റ്റേറ്റിൽ നിന്ന് മയക്കുവെടിവെച്ച് പിടികൂടിയ കടുവ ചത്തു. 2 തവണ മയക്കുവെടിവെച്ച ശേഷവും കടുവ ദൌത്യസംഘത്തിന് നേരെ പാഞ്ഞെടുത്തതോടെ കടുവയ്ക്ക് നേരെ നിറയൊഴിക്കുകയായിരുന്നു. ദേശീയ ബാങ്ക് പണിമുടക്ക് ഈ മാസം 24, 25 തീയതികളിൽ നടക്കും. 9 ബാങ്ക് യൂണിയനുകളുടെ സംയുക്ത സമിതിയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസാണ് 48 മണിക്കൂർ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. നിയമനങ്ങൾ നടത്തുക, താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. തായ്ലൻഡിലെ പട്ടായയിൽ നടക്കുന്ന AFC ബീച്ച് സോക്കർ ഏഷ്യൻ കപ്പ് 2025-നായുള്ള ഇന്ത്യൻ ടീമിൽ 4 മലയാളി താരങ്ങൾ ഇടം നേടി. തിരുവനന്തപുരം സ്വദേശികളായ ശ്രീജിത്ത്, രോഹിത്, കാസർഗോഡ് സ്വദേശി മൊഹ്സീർ, മലപ്പുറം സ്വദേശി മുത്താർ എന്നിവരാണ് ടീമിലെ മലയാളി താരങ്ങൾ. ഇന്ത്യയുടെ ആദ്യ മത്സരം ഈ മാസം 20-നാണ്. സംസ്ഥാനത്ത് വേനൽ മഴ വരും ദിവസങ്ങളിലും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ കാർമേഘം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ പ്രത്യേക ജാഗ്രത പാലിക്കണം. 43 രാജ്യങ്ങളിൽ നിന്നുള്ള പൌരന്മാർക്ക് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്താനൊരുങ്ങി അമേരിക്ക. അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ലിബിയ, ഉത്തര കൊറിയ, ഭൂട്ടാൻ തുടങ്ങിയ 10 രാജ്യങ്ങൾക്ക് സമ്പൂർണ്ണ യാത്രാ നിരോധനം ഏർപ്പെടുത്താനാണ് ട്രംപ് ഭരണകൂടം പദ്ധതിയിടുന്നത്. പാകിസ്ഥാനും റഷ്യയും ഉൾപ്പെടെ 10 രാജ്യങ്ങൾക്ക് യാത്രാ നിയന്ത്രണവും ഏർപ്പെടുത്തും.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.